നമ്മുടെ കെ എം ഷാജിയുടെ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ ഒരു പ്രസംഗം ഈയിടെ അടുത്ത് വിവാദമായി. ഇനി നമ്മൾ ഭരണം പിടിക്കുന്നുവെങ്കിൽ അത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയായിരിക്കണം. കെ എം ഷാജി അങ്ങനെ പ്രസംഗിച്ചു. ഈ പ്രസംഗം അതീവ ഗൗരവമാക്കി വിവാദമാക്കി CPM-ഉം RSSും പിന്നെ ആ നാറി വെള്ളാപ്പള്ളി. അപ്പോൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ പ്രസംഗം ഫുള്ളായിട്ട് കേൾക്കുമ്പോഴാണ് അത് ബോധ്യപ്പെടുന്നത്. അത് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ പ്രചരണങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു ലീഗുകാരനല്ല. ഞാൻ മുമ്പേ ഒരു ലീഗ് വിരോധിയായിരുന്നു. ലീഗിനെ നഖശികാന്ത് എതിർത്തുന്ന ഒരാളായിരുന്നു. പിന്നെ ലീഗിൻ്റെ കുറേ നന്മ പ്രവൃത്തികളും കാരുണ്യ പ്രവർത്തനങ്ങളും ലീഗ് സാധാരണക്കാരന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളോടും ഒക്കെ മതിപ്പ് തോന്നിയത് കൊണ്ടും വിശ്വാസം തോന്നിയത് കൊണ്ടും സോഷ്യൽ മീഡിയ സജീവമായതിനു ശേഷമാണ് മുസ്ലിം ലീഗിനോടുള്ള എൻ്റെ വെറുപ്പ് പോകാൻ കാരണം. അപ്പോൾ ഞാനൊരു മുസ്ലിം ലീഗുകാരനല്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, മുസ്ലിം ലീഗിന് ഇവിടെ ഭരണം കിട്ടി. മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ വരെ RSS സംസ്ഥാനത്ത് തയ്യാറാണ്. RSSൻ്റെ കൂടെ മുസ്ലിം ലീഗ് കൂടുകയാണെങ്കിൽ മുസ്ലിം ലീഗ് പറയുന്ന ആൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ വരെ ഇവിടെ BJP-ക്കാർ തയ്യാറാണ്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അവർക്ക് എങ്ങനെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇവിടെ RSS-കാരനും BJP-ക്കാരനും അറിയാം, മുസ്ലിമിന് കൊടുത്താൽ അതെല്ലാവർക്കും കിട്ടും. മുസ്ലിം ലീഗിന് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടും. അത് സമുദായത്തിന് വേണ്ടി വീതം വെക്കില്ല എന്നുള്ളതറിയാം. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഈ CPM-ൻ്റെ പിണറായി വിജയനായാലും പിന്നെ ഗോവിന്ദൻ സഖാവായാലും പിന്നെ കുറേ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന കുറേ അന്തംകമ്മികളുണ്ടല്ലോ, ഇവരൊക്കെ മുസ്ലിം ലീഗിനെ എതിർക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ വളർച്ചയാണ്. 3.5 ലക്ഷം വോട്ടിന് വസീഫിനെ മലപ്പുറത്ത് തോൽപ്പിച്ചു. 2.25 ലക്ഷത്തിൻ്റെ മുകളിൽ വോട്ടിന് പിന്നെ പൊന്നാനിയിൽ സംശയം തോൽപ്പിച്ചു. ഈ ലീഗിൻ്റെ ഈ വളർച്ച അതാണ് അവരെ അലോസരപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ആ വയനാട് പിന്നെ പുനരധിവാസത്തിൻ്റെ പേരിലുണ്ടാക്കുന്ന വീടുകൾ, ഇതൊന്നും ഒരു CPM എന്ന പ്രസ്ഥാനത്ത് കഴിയില്ല. CPM വയനാട് കൽപ്പറ്റയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് CPM-ൻ്റെതല്ല, സർക്കാരിൻ്റേതാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ തന്ന പിന്നെ സഹായ നിധിയിൽ നിന്ന് എടുത്തിട്ട് സർക്കാർ ഉണ്ടാക്കുകയാണ്, CPM ഉണ്ടാക്കില്ല. പക്ഷേ മുസ്ലിം ലീഗ് ഒരു സമാന്തര സർക്കാരിനെ പോലെ തന്നെ അല്ലേ, അങ്ങനെ തന്നെ പറയാം. നമുക്ക് ഒരു സമാന്തര സർക്കാരായി നിന്നുകൊണ്ട് തന്നെ 105ഓളം വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തി അവിടെ ആരംഭിച്ചു. അപ്പം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പിന്നെ കാരുണ്യ മേഖലകളുണ്ട്, CH സെൻറ്റർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകളുണ്ട്. അപ്പം ഈ ലീഗിൻ്റെ വളർച്ച അതാണ് ഇവരെ പ്രശ്നം. അല്ല ലീഗിൻ്റെ കയ്യിൽ ഭരണം കിട്ടിയാൽ ഇവിടെ ഒരു വർഗീയത നടക്കില്ല, ഒരു മുസ്ലിം മൂല്യത്തിൽ നടക്കില്ല എന്നുള്ളത് ഈ ലീഗിനെ വിമർശിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ കെ എം ഷാജിനെ ഇപ്പോൾ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കുകയാണ് CPM-ഉം മറ്റ് RSS-ലെ ചില നേതാക്കന്മാരൊക്കെ, സംഘപരിവാർ നേതാക്കന്മാരൊക്കെ. അപ്പോൾ അതിന് കെ എം ഷാജി നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ മറുപടിയിലേക്ക് പോവാം. ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞ 9 കൊല്ലമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹത്തിന്റെ ആഴമറിയും. ഇത് പറയാനല്ലേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഇത് പറയാനല്ലേ ഞങ്ങൾ മുസ്ലിം ലീഗ് എന്ന പേര് വെച്ചത്? ഇത് പറയാനല്ലേ ഞങ്ങൾ പച്ചക്കൊടിയും പിടിച്ച് നടക്കുന്നത്? ഇത് പറയാനല്ലേ കായികമില്ലത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അഭിമാനത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു പതാക തന്നേൽപ്പിച്ചു പോയത് അല്ലേ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, കഴിഞ്ഞ 9 കൊല്ലമായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നിങ്ങൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയ നഷ്ടങ്ങളുടെ കണക്കൊന്ന് പറഞ്ഞേ പിണറായി വിജയ. നിങ്ങളെ പ്രകോപിപ്പിച്ചത് അതാണെന്ന് എനിക്കറിയാം. ആ ചോദിച്ചതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം നിങ്ങൾ തിരുകി കയറ്റി നഷ്ടപ്പെടുത്തിയ മുസ്ലിം സംവരണത്തിന്റെ കണക്ക് പറയാൻ പറ്റുമോ? സാമ്പത്തിക സംവരണവാദിയായിരുന്നില്ലേ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്? ആയിരുന്നില്ലേ ഈ നാട്ടിലെ ഈഴവന്, ഈ നാട്ടിലെ ദളിതന് സാമ്പത്തിക സംവരണവാദം ഉന്നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി? എന്നാൽ അത് നടപ്പിലാക്കിയത് ഏറ്റവും കൂടുതൽ പിണറായി വിജയന്റെ ഈ കാലത്താണ്. നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഞാൻ എക്സ്പെർട്ടുകളെ കൊണ്ടുവരാം. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ SFI-കാരനെ നിങ്ങളുടെ തിരുകിക്കയറ്റി തകർത്ത സംവരണം ഒരു ഭാഗത്ത്, മറുഭാഗത്തോ സംവരണത്തെ പൂർണ്ണമായി അട്ടിമറിച്ചു തകർത്തിയ സംവരണം വേറെ ഒരു ഭാഗത്ത്. എന്തുമാത്രം വലിയ തകർച്ചയാണ് നിങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇത് തിരിച്ചു പിടിച്ചു കൊടുക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയോട് നിങ്ങൾ കാണിക്കുന്ന അവഗണനയുടെ കണക്ക് ഞാൻ പറഞ്ഞു. താലൂക്കുകളുടെ, മണ്ഡലങ്ങളുടെ, വില്ലേജ് ഓഫീസുകളുടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ മലപ്പുറത്തിന്റെ പകുതിയോളം ജനസംഖ്യയില്ലാത്ത ഒരു ജില്ലയിൽ അവിടുത്തെ വില്ലേജ് ഓഫീസുകൾ 250-300 ആകുമ്പോ ഈ മലപ്പുറം ജില്ലയിൽ അത് 100 ചില്ലാനമാകുന്നതിന്റെ കണക്കെന്താണ്? എന്താ അതിന്റെ കണക്ക്? നിങ്ങൾ നിരന്തരമായി ഇവർക്ക് ഇവിടെ ഈ കഴിഞ്ഞ 9 കൊല്ലം എത്ര കോഴ്സുകൾ ഇവിടെ? ഞാൻ ചോദിക്കുന്നത്,
ഈ സമുദായത്തിന് നിങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് നിങ്ങൾ കൊടുക്കുന്ന ഈ ആനുകൂല്യങ്ങളിൽ മയങ്ങുന്ന കുറെ ആളുകളെ വെച്ച് സമുദായത്തിന് മുഴുവൻ വില പറഞ്ഞു. നിങ്ങൾ കഴിഞ്ഞ 9 കൊല്ലം പലരെ നിങ്ങൾ മയക്കി കടത്തി. മുഖ്യമന്ത്രി ഒന്ന് വിളിക്കുമ്പോഴേക്കും തരളിതമായി പോകുന്ന ചില നേതൃത്വത്തെ നിങ്ങൾ അങ്ങ് കയ്യിലിട്ട് അമ്മാനമാടി കൊണ്ടു നടന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആരൊക്കെ തരളിതമായി പോയാലും, ആരൊക്കെ രോമാഞ്ചം പിടിച്ച് വികാര വിജൃംഭിതമായാലും, സമുദായത്തിന് തലമുടിനാരിയുടെ അവകാശം നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു പിടിക്കാൻ CHന്റെ മക്കൾ, വാഫക്കി തങ്ങളുടെ മക്കൾ, പൂക്കോയ തങ്ങളുടെ മക്കൾ, ഖായിദമിലത്തിന്റെ മക്കൾ ജാഗ്രതയോടെ ഇവിടെ ഉണ്ടാകും. അതിന് നിങ്ങൾ വർഗീയമെന്ന് വിളിച്ചാൽ, നിങ്ങൾ KM ഷാജിയെയും ലീഗിനെയും മാത്രം വർഗീയമെന്ന് പറഞ്ഞാൽ മതിയാവൂല. മന്നത്ത് പത്മനാഭനെ വിളിക്കേണ്ടി വരും, മഹാനായ ഗുരുദേവനെ വിളിക്കേണ്ടി വരും, നിങ്ങൾ അയ്യങ്കാളിയെ വിളിക്കേണ്ടി വരും. ഞാനിന്ന് പറയുമ്പോൾ ചോദിച്ചു, പാർലമെന്റിൽ കഴിഞ്ഞ 2024 ജൂലൈയിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ചോദ്യമുണ്ട്. ഹൽവ സെഷൻ പാർലമെന്റിൽ ഉണ്ടാകും, പ്രീ ബജറ്റ് വേളയിലാണ്. ആ സമയത്ത് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കിയിട്ട് എവിടെയാണ് ഈ രാജ്യത്തിന്റെ 90%? എവിടെ? അവരെവിടെയാണ്? അവരെ കാണില്ലല്ലോ. 90% വരുന്ന SC ST മുസ്ലിങ്ങൾ, പിന്നോക്ക വർഗങ്ങൾ അവരെവിടെയാണ്? ഇവിടെ 2% പോലുമില്ല. 2 പേരുണ്ടായിരുന്നു ഇവിടെ, ഫോട്ടോയിൽ അവരില്ല. രാഹുൽ ഗാന്ധി വർഗീയവാദിയാ? രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിലെ പിന്നോക്ക വർഗങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവൻ വർഗീയവാദിയാ ആണോ? EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഭാഷയിലാവാം. ഞങ്ങൾക്ക് ഈ രാജ്യത്തിലെ പിന്നോക്ക വർഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് മറ്റൊരു വിഭാഗത്തെയും വേദനിപ്പിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ, ഇത് നൗഷാദ് ഉണ്ടായിരുന്നല്ലോ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിരിക്കുമ്പോ അന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ സമരം നയിക്കുമ്പോൾ ഒരു നിർണായകമായ ഘട്ടത്തിലാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കണ്ണൂരിലേക്ക് പോകുന്നത്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പലയിടത്തും യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഭീകരമായ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങ് മാഹിയുടെ അടുത്ത് കാസിംക പള്ളിയിലേക്ക് രാവിലെ പോവുകയാണ്. കാസിംകയെ പള്ളിക്ക് പോകുന്ന വഴിയിൽ തടഞ്ഞു നിർത്തി കാലിന്റെ ചിരട്ട അടിച്ചു പൊട്ടിച്ചു ഈ സമുദായത്തിൽപ്പെട്ട ചില വർഗീയ ഭീകരവാദികൾ. അത്രമേൽ അതിക്രമങ്ങൾ. അൻവറാജി ആക്രമിച്ചു. ഞങ്ങളുടെ വടകര മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായിരുന്ന ആ ജാഫറിനെ ആക്രമിച്ചു, കൊല്ലാതെ തലമുടിനാരുടെ രക്ഷപ്പെട്ടു. അതിക്രമങ്ങൾ ഈ മഞ്ചേരിയിൽ എത്ര ഏതെല്ലാം തരത്തിൽ ആ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഞാൻ മത്സരിക്കുന്നത് കൊണ്ട് ഞാൻ ഹൈദരലി തങ്ങളോട് പെർമിഷൻ എടുത്തു. ഞാൻ മത്സരിക്കുന്നത് കണ്ണൂരാണ്. എനിക്ക് അവിടെ പറയേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരൊറ്റ തീവ്രവാദികളുടെയും വോട്ടില്ലാതെ ഞങ്ങൾ മത്സരിക്കുമെന്ന്. മത്സരിച്ചു. ഞാൻ ചോദിക്കട്ടെ, CPMകാരോട് ഞങ്ങള് ഏറ്റവും വലിയ പോരാട്ടം നടത്തിയത് ഈ സമുദായത്തിനകത്തു നിന്ന് വന്ന തീവ്രവാദികൾക്കെതിരെയാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അകം ശുദ്ധീകരിക്കാതെ പുറത്ത് സംസാരിക്കുന്നതിൽ അഭംഗിയുണ്ട്, അത് ശരിയല്ല എന്ന് വിശ്വാസമുള്ളവരായിരുന്നു. ഞങ്ങൾ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെയാണ് PDP വന്നത്, ഞങ്ങൾക്കെതിരെയാണ് INL വന്നത്. ഞങ്ങൾക്കെതിരായി അന്ന് മുതൽ ഇന്ന് വരെ ഐഡിയോളജിക്കലായി മുസ്ലിം ലീഗിന്റെ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ ഐഡിയോളജി ജമാഅത്തെ ഇസ്ലാമിയാണ്. ഞങ്ങൾക്കെതിരെയാണ് SDPI വന്നത്. ഞങ്ങൾക്കെതിരെ വരാത്ത ഏത് സംഘടന, ആരൊക്കെ, എന്തിന് ഞങ്ങൾ ഈ രാജ്യത്ത് പറയുന്നത് മതേതരത്വമാണ്, മതസൗഹാർദ്ദം പറയരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിൽ ഏതെങ്കിലും ഒരു നേതാവ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, നേതാവ് പറയില്ല. സാധാരണ ഒരു ശാഖാ കമ്മിറ്റിയുടെ ഒരു പ്രവർത്തകൻ അവന്റെ ശാഖാ മീറ്റിംഗിനകത്ത് വർഗീയമായി സംസാരിച്ചതിന്റെ ഒരു ചെറിയ റെക്കോർഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്തു കാണിക്കാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, RSS എത്ര കാലമായി പ്രവർത്തിക്കുന്നു ഇവിടെ? എന്തെല്ലാം പ്രയോഗങ്ങൾ നടത്തി. എന്നിട്ട് RSSന് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു ശാഖയിലെ ഒരു ശാഖാ കമ്മിറ്റിയുടെ ഭാരവാഹി പറഞ്ഞ ഒരു വർഗീയ പ്രസംഗം പുറത്തു കൊണ്ടുവരാൻ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ? എന്തേ സാധിക്കാത്തത്? ഞങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജി അതല്ല, മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനുള്ളതല്ല, അവർക്ക് വേണ്ടി സൗഹൃദത്തോടെ നന്മയോടെ കൂടെ നിൽക്കാനുള്ളതാണ്. ഒരു മുസ്ലിമിന് ഒരു സമുദായം എന്ന നിലക്ക് അവന്റെ അവകാശങ്ങൾ വേണമെന്ന് പറയുന്ന പോലെ തന്നെ അവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി കൂടെ അതിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാവേണ്ടവനാണ് എന്ന് പഠിപ്പിച്ചത് ജീവിതം കൊണ്ട് ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. സ്വന്തം മകനെ ഇന്ത്യയുടെ പട്ടാളത്തിലേക്ക് പറഞ്ഞുവിടാൻ ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതി കൊടുത്ത മനുഷ്യന്റെ പേരാണ് ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന്, ലീഗിന്റെ നേതാവെന്ന്. അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾ അത്രമേൽ സുതാര്യതയോടെ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുക ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി പറഞ്ഞതാണ്. കുഴപ്പമെങ്കിൽ പിണറായി വിജയ, AK ബാലേട്ട, ഒരു കാര്യം മനസ്സിലാക്കിയോ,
കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്നെ AK ബാലൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ, ബാലേട്ടൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, അദ്ദേഹം മറ്റ് CPM-കാരെ പോലെ ഒരു അപകടം പിടിച്ച ആളൊന്നുമില്ല. അത്രയൊന്നും എന്താണ്, ഈ ദുഷ്ടത കുറവാണെങ്കിലും വിവരക്കേട് കൂടുതലുള്ള ഒരാളാണ്. അപ്പൊ കേട്ടില്ലേ എന്താ KM ഷാജി പറഞ്ഞത്? ഇവിടെ ന്യൂനപക്ഷങ്ങൾ കുറച്ചു കാലമായിട്ട് പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിലെങ്കിലും മോദിൻ്റെ അമിത്ഷാൻ്റെ ഭരണമല്ലല്ലോ, അപ്പം CPM ആണല്ലോ ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഈ കേരളത്തിലെങ്കിലും ആ RSS നടപ്പാക്കുന്ന അജണ്ട നടപ്പാകില്ല എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ കേരളത്തിലും സ്ഥിതി അത് തന്നെയാണ്. ന്യൂനപക്ഷങ്ങളെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവാണ്. എല്ലാവരും ഒന്നാണ്. ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിനാരാ ചോദിക്കുക? ന്യൂനപക്ഷങ്ങൾ ചോദിക്കട്ടെ. ന്യൂനപക്ഷത്തിന് നഷ്ടപ്പെട്ടത് വെള്ളാപ്പള്ളി അത് അങ്ങനെ കരഞ്ഞു നടക്കണം. വെള്ളാപ്പള്ളി അങ്ങനെ കരഞ്ഞു നടക്കുക. ഈയവൻ അത് കിട്ടിയില്ല, ഈയവൻ ഇത് കിട്ടിയില്ല, ഈയവന് കക്കൂസില്ല, ഈയവന് വീടില്ല, ഈയവന് കോളേജില്ല, ഈയവന് പഠിക്കാൻ സ്ഥലങ്ങളില്ല, സ്കൂളുകളില്ല. ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. വെള്ളാപ്പള്ളി കേരളത്തിലെ ജനങ്ങൾക്ക് അത് കിട്ടിയില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് കിട്ടിയില്ല, അങ്ങനെ വെള്ളാപ്പള്ളി പറയുന്നോ? നിങ്ങൾ എവിടെയും കേട്ടോ? അങ്ങനെ വെള്ളാപ്പള്ളി പറയുന്നുണ്ടോ? ഇന്നലെ അതൊരു പ്രസ്താവന ഏറ്റു വന്നതാണ്. VM വാസവനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാം UDF മനക്കണ്ട VM വാസവൻ ഈഴവനാണെന്ന്. അപ്പം ഇനി ഏത് നാറി ആയാലും ഒരു 10 പൈസക്ക് പറ്റൂലെങ്കിലും വെള്ളാപ്പള്ളിക്ക് ഈഴവനായാൽ മതി. മനസ്സിലായില്ലേ? അപ്പം ഈഴവൻ്റെ കാര്യം മാത്രമേ വെള്ളാപ്പള്ളി സംസാരിക്കുള്ളൂ. മുസ്ലിം ലീഗ് മുസ്ലിമിൻ്റെ കാര്യം മാത്രം സംസാരിക്കണം. നിങ്ങളോട് കേട്ടിടോ? മുസ്ലിം ലീഗ് മുസ്ലിമിന് വേണ്ടി മാത്രമാണോ സംസാരിക്കൽ? അല്ല എന്ന് BJP-ക്കാർക്കും RSS-നും അറിയുന്നതുകൊണ്ട് മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി പദം വരെ കൊടുക്കാൻ RSS തയ്യാറാണ്. നിങ്ങൾ അന്വേഷിച്ചോളി. BJP-ക്ക് ഇന്ന് ലീഗാടി എന്നാൽ ഇത് കഴിവ് നീട്ടി BJP സ്വീകരിക്കും, മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കും. ഓർക്കറിയാം ഇതെല്ലാവർക്കും കിട്ടും. മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ഭരണം കിട്ടിയാൽ എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടുന്നറിയാം. അതുകൊണ്ടാണ് പിന്നെ നിങ്ങളെ പറച്ചിൽ CPM-ന്. അത് പറഞ്ഞാലേ CPM-ന് മലബാറിന് വേരോട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ CPM-ന് വേറെ ഓടൂല. CPM ഇത്രയും എണ്ണയും പാലും മധുരം ഒഴിച്ചു കൊടുക്കുന്ന ആ പ്രസ്ഥാനത്തേക്കാൾ മുസ്ലിം ലീഗ് വളർന്നു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വളർച്ച, മുസ്ലിം ലീഗിൻ്റെ ഈ വളർച്ചയാണ് CPM-ന്റെ ഉറക്കം കെടുത്തുന്നത്. RSS-ന് ഉറക്കം കെടുത്തില്ല, CPM-ന് ഉറക്കം കെടുത്തിട്ടുണ്ട്. RSS സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാകുമ്പോൾ മുസ്ലിം വോട്ടായിട്ട് പോയിക്കാർ. ഇനി മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ മുസ്ലിം വോട്ട് BJP കിട്ടുമോ? കിട്ടൂല. അപ്പോൾ RSS-ന് ഉറക്കം കെടുത്തുന്നില്ല. ഉറക്കം കെടുത്തുന്നത് ആരെയാണ്? CPM-നും പിണറായി വിജയനെയാണ്. എന്നാ പിണറായിട്ട് അപ്പട് കൂടിയാലോ? എന്നാ പ്രശ്നമില്ല. അപ്പം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം അത് പേരിലുള്ള മുസ്ലിം ലീഗ്, പക്ഷെ അത്രമാത്രം കേരളത്തിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായി കാണാൻ കഴിയുന്ന ഒരു പാർട്ടി ഇന്ന് കേരളത്തിലില്ല എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.